ആശ്വാസദായകനായി എനിക്കേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. ആവശ്യഭാരങ്ങളാൽ ഞാനാകുലനായിടുമ്പോൾ തൻ്റെ സ്വാന്തനം നൽകി വഴി നടത്തും യേശു അരികിലുണ്ടേ. തൻ്റെ സ്വാന്തനം നൽകി വഴി നടത്തും യേശു അരികിലുണ്ടേ. ആശ്വാസദായകനായി എനിക്കേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങുവാനും ഉണർന്ന കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും തന്ന നല്ല ദിവസത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാ, സ്തോത്രം ചെയ്യുകയാപ്പാ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അടിയങ്ങൾക്ക് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തിയ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഒന്ന് ഏൽപ്പിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളെ ഒന്ന് സമർപ്പിക്കട്ടെ. ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ ഒന്ന് സമർപ്പിക്കട്ടെ. രോഗവിഷയമുണ്ട്, ഭാരവിഷയമുണ്ട് കർത്താവേ, വേദനാ വിഷയമുണ്ട് കർത്താവേ, ബുദ്ധിമുട്ടിൻ്റെ വിഷയങ്ങളുണ്ട് കർത്താവേ. എല്ലാം അങ്ങയുടെ പാദപീഠത്തിലോട്ടൊന്ന് ഏൽപ്പിച്ച് തരിക. ഞങ്ങളെ കാണുന്നവൻ, ഞങ്ങളെ അറിയുന്നവൻ അവിടുന്ന്. ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവം അവിടുന്നതാ. ഞങ്ങളിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം അവിടുന്ന്. ഓരോ മക്കളെയും തൃപ്പാദപീഠത്തിൽ ഏൽപ്പിച്ച് തരുന്നപ്പാ. പ്രാർത്ഥനയുടെ മറുപടി കണ്ട് സന്തോഷിപ്പാൻ, എൻ്റെ കർത്താവിന് സ്തുതിയും സ്തോത്രവും അർപ്പിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബജീവിതം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, ആയിരിക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ഉപജീവന മാർഗം, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൊച്ചു തലമുറകളെ എല്ലാം സ്തോത്രത്തോടും നന്ദിയോടൊപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. സമാധാനത്തോടും സന്തോഷത്തോടും സൗഖ്യത്തോടും ദൈവകൃപയോടും സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവിൻ്റെ ബുദ്ധിയും ജ്ഞാനവും അവിടുന്ന് കൊടുക്കണം. അവർ നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം, നല്ല ഭാവിയിൽ എത്തിച്ചേരണം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. മാതാപിതാക്കൾക്ക് നന്മയും അനുഗ്രഹം കൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാക്കി ഓരോരുത്തരെയും തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജൂലൈ 26-നും 28-നും കർത്താവെ, പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അറിയുന്നതോർത്ത് സ്തോത്രം. എൻ്റെ കർത്താവെ, ഫോറിൻ മെഡിക്കലിൻ്റെ എക്സാം എഴുതേണ്ട കുഞ്ഞുങ്ങളുണ്ട്, IELTSൻ്റെ പരീക്ഷ എഴുതേണ്ട പൈതലുണ്ട്, ജർമ്മൻ പരീക്ഷ എഴുതേണ്ട പൈതലുണ്ട് കർത്താവെ. എൻ്റെ ദൈവമായ കർത്താവെ, എല്ലാവരെയും തിരുസന്നിധിയിലോട്ടൊന്ന് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമായ കർത്താവെ, നീ അവിടുന്ന് സഹായിക്കുന്ന ദൈവമാ, അത്ഭുതം ചെയ്യുന്ന ദൈവമാ. അമൽമോനെയും കൂട്ടുകാരെയും ഏൽപ്പിക്കുന്നു. നിതിന്മനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജിജോമനായി പ്രാർത്ഥിക്കുന്നു. നാദശായിക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ ഹന്നാമോളെയും ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് അത്ഭുതം ചെയ്യണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതുവാൻ അപ്പൻ്റെ പൊന്നുകരം അവരെ ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവ്, സമാധാനത്തോടും സൗഖ്യത്തോടും സന്തോഷത്തോടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കട്ടെ. സ്വർഗ്ഗവരെ കരുതണമേ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവ്, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളുണ്ട്. എൻ്റെ ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വഴിവാതിൽ തുറന്നു കൊടുക്കണം, തടസ്സം മുടക്കം മാറ്റണം. എൻ്റെ കർത്താവെ, പഠിക്കുന്ന ഓരോ മക്കളെയും തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ. OETയും IELTSും പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവരെ, പ്രൊമറ്റ് പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന മക്കളെ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ബുദ്ധിജ്ഞാനം അവർക്ക് കൊടുക്കണം. എല്ലാ നന്മകളാലും അവർ നിറയ്ക്കുമാറാകണം. അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്തൊക്കെ എത്തിച്ചേരണം. സകല അനുഗ്രഹങ്ങളും കുഞ്ഞുങ്ങളുടെ മേൽ പെയ്തിറങ്ങട്ട് കർത്താവേ. മനസ്സലിയണമേ നടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്.
എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് ഓരോ മക്കളെയും തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ കർത്താവേ. സ്തോത്രം. എൻ്റെ ദൈവമേ, അജേഷനായി അഭിലാഷനായി അമ്പളിക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗമാ മക്കളെ അറിയുന്നല്ലോ കർത്താവേ, അവരുടെ ഭാരവിഷയം അറിയുന്നല്ലോ. ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തണം. അവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങണം. കരയുന്ന മാതാപിതാക്കളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങണമേ. ഒരു വലിയ സമാധാനം അനുഭവിക്കുന്ന ഭവനമായി തീരുവാൻ ഇടയാക്കണമേ. കുഞ്ഞുങ്ങളോട് സ്വർഗം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമനെ കുടുംബത്തെ ഉള്ളതുപോലെ കാണുന്നവൻ അറിയുന്നവൻ അവിടുന്ന്. പ്രാർത്ഥനയുടെ മറുപടി കണ്ട് സന്തോഷിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ പ്രിയമാതാവിന് കർത്താവ് ഭാഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. അതുപോലെ മാനസാന്തരം ആഗ്രഹിക്കുന്ന പല ജീവിതങ്ങൾ, രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരേണ്ട ജീവിതങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളായ ഓരോ മക്കളെയും ഓരോ കുടുംബത്തെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. നിലവിളിക്കുന്ന സഹോദരിമാരും മാതാപിതാക്കളെ ഉണ്ട് കർത്താവേ, കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. പൂർണ്ണമായും അതിൽ നിന്നൊരു മോചനം കൊടുക്കാൻ എൻ്റെ അപ്പന് മാത്രമേ കഴിയുള്ളൂ കർത്താവേ. സ്വർഗം ആ വിഷയം ഏറ്റെടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ കഴിഞ്ഞ നാളുകളിൽ അനേക വൻപന്മാരെ മാറ്റിമറിച്ച ദൈവമാ. ഇന്ന് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന മക്കളാ കർത്താവേ. നിൻ്റെ അത്ഭുതത്തിൻ്റെ കരം ഓരോ മക്കളുടെ മേലും പിന്നെയും നീട്ടേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഹല്ലേലൂയ കർത്താവേ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ കുടുംബത്തെയും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാവുന്ന വാഗ്ദത്തം തന്ന കർത്താവ് അവിടുന്ന്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവിതങ്ങളുടെ ഭാരം സ്വർഗം ഏറ്റെടുക്കണം. അതിൽ നിന്ന് വലിയൊരു മോചനം പ്രാപിപ്പാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ട് കർത്താവേ. ദൈവമായ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ജോലി ആഗ്രഹിച്ചടിൻ്റെ പ്രാർത്ഥന ചോദിച്ച മക്കളെ തിരുമുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ വിദ്യാഭ്യാസം അറിഞ്ഞ്, അവരുടെ ഭാവി അറിഞ്ഞ്, അവരുടെ ഭവനം അറിഞ്ഞ് എൻ്റെ സ്വർഗത്തിലെ ദൈവം വഴിവാതിൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉപജീവനമാർഗമാപ്പാ ചോദിക്കുന്നത്. അവിടുന്ന് വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതവാൻ വീരനാൻ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ. അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല കർത്താവേ. അസാധ്യങ്ങളെന്ന് ഞങ്ങൾക്ക് തോന്നിയാലും നീ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാകിയാൽ പൈതങ്ങളോട് മനസ്സലിയണം. ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ജോലി ചെയ്യാൻ മനസ്സില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടപ്പാ. എൻ്റെ ദൈവം കരുണ കാണിക്കണം, അത്ഭുതം ചെയ്യണം. ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്ത് തൻ്റെ മക്കളെ മാനിക്കണം. പ്രത്യേകിച്ച് അഭിജിത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒരു ജോലിയെ ചോദിച്ചിരിക്കുക കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ അപ്പന പൈതലിന് നല്ലൊരു ജോലി നൽകി മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, സ്തോത്രം. പ്രാർത്ഥനയെ ചോദിച്ച ഓരോ മക്കളെയും തിരുമുൻപാകെ അടിയനെ ഏൽപ്പിക്കുന്നു. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവം, ഓരോരുത്തരെയും അറിയുന്ന ദൈവം, അവരുടെ വിശ്വാസം അറിയുന്ന കർത്താവാ. നീ അവിടുന്ന് ഹല്ലേലൂയ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഓട്ടിസം ബാധിച്ച പൈതങ്ങളുണ്ട്, അവരെ സമർപ്പിക്കുകയാണ്. എൻ്റെ അപ്പൻ അവർക്ക് നല്ല ബുദ്ധിയും ആലോചനയും കൊടുക്കണം. അവരെ നോർമലാക്കണം. നല്ല കുഞ്ഞുങ്ങളായി മുതിർന്നു വരണം. എൻ്റെ ദൈവം അവരുടെ ബുദ്ധിമുട്ടറിഞ്ഞ് സഹായിക്കണം. മാതാപിതാക്കളോടൊക്കെ കരുണ കാണിക്കുമാറാകണം നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വീടിനോട് ചേർന്ന് ഒരു ജോലി ആഗ്രഹിക്കുന്ന മകനുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. നീ തള്ളിക്കളയാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവമാ. അവസ്ഥകളെ അറിഞ്ഞ് പ്രവർത്തിക്കണം. അവരുടെ ആഗ്രഹപ്രകാരം സ്വർഗം ഒരു വഴി തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഹല്ലേലൂയ കർത്താവേ, തീർത്തു കൊടുക്കാൻ നീ മതിയായ ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. അങ്ങനെ വീണ്ടും ഹല്ലേലൂയ കർത്താവേ, ആമേൻ. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിനും കുഴപ്പമുള്ളവർ, ഓപ്പറേഷനായിട്ട് ആഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ കർത്താവേ, അതിന് വിധേയപ്പെട്ട ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗം തന്നെ സകലതും ഭംഗിയായി ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗിക്കും സൗഖ്യദായകനും മരുന്നും വൈദ്യനും എൻ്റെ അപ്പനാ. കഴിഞ്ഞ നാളുകളിൽ നീ ഹല്ലേലൂയ അത്ഭുതം ചെയ്ത ദൈവമാ, വിടുവിച്ച ദൈവമാ. അത് രുചിച്ചറിയാൻ അടിയന് ഭാഗ്യം തന്ന ദൈവമാ. വീണ്ടും പ്രവർത്തിപ്പാൻ ആ കരം കുറുതല്ലല്ലോ കർത്താവേ. കരയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഹല്ലേലൂയ ആ നീതിയുടെ കരം, സൗഖ്യത്തിൻ്റെ കരം നീട്ടി വിട്ടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ആസ്മ രോഗികൾ, അലർജിയുള്ളവർ, തൈറോയിഡുള്ളവർ, ദുഃഖസംബന്ധമായ പല രോഗങ്ങളുള്ളവരെ, ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ കർത്താവേ,
ഹാലലി മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, എൻ്റെ കർത്താവ് തലയ്ക്കകത്ത് വേദനയാൽ വയറ്റിനകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഹാലേ ലൂയ്യ കർത്താവേ സ്തോത്രം. മുഴയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, ഉറക്കമില്ലാത്ത കർത്താവേ ആമൻ, തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ, എൻ്റെ ദൈവമായ കർത്താവേ ചുട്ടുപൊള്ളുന്ന അതിവേദനയും പുകച്ചിലും ശരീരത്തിലുള്ളവരെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പക്കൽ കടന്നു വരുന്ന ഒരു മക്കളും ഒരു നാൾ ലജ്ജിച്ചു പോകാൻ നീ സമ്മതിക്കുന്ന ദൈവമല്ല. ഭാരമറിഞ്ഞ് രോഗമറിഞ്ഞ് വേദനയറിഞ്ഞ് സമാധാനവും സൗഖ്യവും നൽകുവാൻ കഴിവുള്ള ദൈവം അവിടുന്നാകിയാൽ എൻ്റെ അപ്പനിൽ ആശ്രയിക്കുന്ന ഒരു മക്കളും ലജ്ജിച്ചു പോകാൻ അനുവദിക്കാതെ അവിടുത്തെ കരുണയുടെ കരം ഓരോരുത്തരുടെയും മേലും നീട്ടി സൗഖ്യമേ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പനിയാൽ ചുമയാൽ ഭാരപ്പെടുന്നവരുണ്ട്, എൻ്റെ കർത്താവെ നീ സഹായിച്ച് സൗഖ്യപ്പെടുത്തണം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡ് ക്രിയാറ്റിനും ഉള്ളവർ, ഹാലലി എൻ്റെ കർത്താവെ സഹായിക്കണേ. കാഴ്ചയില്ലാത്തൊരു കേൾവിയില്ലാത്തൊരു കർത്താവെ, ഓർമ്മയില്ലാത്തൊരു ബുദ്ധിയില്ലാത്തൊരു, പല്ലിൻ്റെ വേദനയും ചെവിയുടെ വേദനയും ഉള്ളവർ, ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ ഒക്കെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ തമ്പുരാനെ ആമേൻ അങ്ങൊന്ന് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീൽ ചെയറിലും കിടക്കയിലും ആയിരിക്കുന്നവർ, കൈകാൽക്ക് ചലനമില്ലാത്ത ജീവിതങ്ങൾ, ഹാലലിയ കർത്താവ് മനസ്സറിയണം അങ്ങ് അത്ഭുതവാന എൻ്റെ കർത്താവ് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവ്. വേർപാടിന് ദുഃഖിതരായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കുന്ന അപ്പം സമാധാനം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണം. എൻ്റെ ദൈവമായ കർത്താവ് വിവാഹപ്രായമായ മക്കൾക്ക് തക്ക തുണയൊരുക്കണേപ്പ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചോണേയപ്പ. സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണേ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണേ. ഈ പുതുവർഷക്കാലം പുതിയ നന്മ അനുഗ്രഹം കൊടുത്ത് മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്ന ജീവിതങ്ങൾ, ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്ന ജീവിതങ്ങൾ സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ കടന്നു വന്ന് ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര പോകേണ്ടുന്ന മക്കളൊക്കെ ഉണ്ട് കർത്താവ്. ഉചിതമാർഗം തേടി കടന്നു പോകേണ്ടുന്ന മക്കളൊക്കെ ഉണ്ട് കർത്താവേ. തക്ക സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ പോകുവാൻ തക്കണം എല്ലാ വഴികളും തുറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹാലലുയ. നന്ദി കർത്താവേ. സ്തോത്രം കർത്താവേ. ഈ സമയം ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ. ചുറ്റുപാടിനെ അനുഗ്രഹിക്കണമേ. അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹാലലുയ കർത്താവേ. വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. എൻ്റെ അപ്പ ഓരോ മക്കളെയും കാത്തോണേ. ഓരോ ഉപജനമാർഗത്തെയും അനുഗ്രഹിക്കണമേ. ബിസിനസ്സുകാരെ അനുഗ്രഹിക്കണേ. കഷ്ടനഷ്ടം കൂടാതെ വേണ്ടുന്നതെല്ലാം കൊടുത്ത് ദിനംതോറും പോറ്റിപ്പുലർത്തി നന്മ കൊണ്ട് നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. ഹാലലുയ. ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ അനുഗ്രഹിക്കണമേ കർത്താവേ. വിശ്വസ്തരായി ദൈവകൃപയുള്ളവരായി സകല കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ തക്കണം നീതിബോധം നൽകി ഓരോരുത്തരെയും നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലി. ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണം. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയും ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണം. ഞങ്ങളുടെ ദേശത്തിന് മേൽ സൗഖ്യം അയക്കുമാറാകണം. ഉണർവിൻ്റെ കാറ്റിനെ സ്വർഗം അയക്കുമാറാകണം. എല്ലാ ജനവും കർത്താവ് യേശു എന്ന് പറയുവാൻ തക്കണം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുഴുകാലം എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ മടങ്ങുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാണെന്ന് ജനം തിരിച്ചറിയണം കർത്താവെ. അതിനായും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പൊന്നുകരെ ഞങ്ങളെ ചേർത്ത് പിടിക്കണം. എല്ലാ വഴികളിലും കൂടെ ഇരിക്കണം. എല്ലാ ആവശ്യം പറഞ്ഞ് സഹായിക്കണം. സമാധാനത്തിൽ കാത്തുകൊള്ളണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.